ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. നമുക്കും ഇവിടെ സുഖം തന്നെ. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോഴെന്നത്തെയും പോലെ ഇന്ന് നമ്മൾ അടിപൊളി ഒരു കിടുക്കാച്ചി ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോഴിത് ഒരു സിമ്പിൾ നമ്മൾ മേക്കപ്പ് ഇടുന്നത് പോലൊക്കെ തോന്നും കേട്ടോ. പക്ഷേ നമ്മളതങ്ങനെ ആരും ചെയ്യുന്നില്ല ഈ സംഭവം കേട്ടോ. നമ്മളൊക്കെ അങ്ങോട്ട് വാരി തൂക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനൊന്ന് നോക്കിയാൽ നമുക്കതിൻ്റെ ആ ഒരു വ്യത്യാസം മനസ്സിലാവും കേട്ടോ. അങ്ങനെ ഞാനങ്ങനെ പൗഡറിൻ്റെ ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പൗഡർ തേക്കത്തില്ല, വീട്ടിലൊന്നും നിൽക്കുമ്പോൾ ഞാൻ തേക്കത്തില്ല. ഞാൻ ക്രീമൊന്നും തേക്കത്തില്ല കേട്ടോ മുഖത്ത്. നമ്മൾ ഈ ചെയ്യുന്ന ഓരോ ദിവസം നമ്മൾ ചെയ്യുന്ന ഈ ഒരു ടിപ്പൊക്കെ ചെയ്യുന്നുള്ളൂ. അല്ലാതെ ഞാൻ മുഖത്തൊന്നും ക്രീമുകളൊന്നും തേക്കത്തില്ല കേട്ടോ. ഒന്നും എനിക്കിഷ്ടമല്ല. ഞാൻ പണ്ടേ അങ്ങനെ ഒന്നും തേക്കാറില്ല ക്രീമുകളൊന്നും മുഖത്ത് കേട്ടോ. അഥവാ ക്രീം ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ഈ കൈയുടെ മുട്ടിലും ഒക്കെ ഉണ്ടെങ്കിൽ തേച്ച് കൊടുക്കുന്നത്, അല്ലാതെ ക്രീമൊന്നും മുഖത്ത് ഞാൻ ഇടത്തില്ല കേട്ടോ. എനിക്കത് ഇഷ്ടമല്ല. മോളാണെങ്കിലും അവളിൽ ആലോവേര ജെൽ അത് മാത്രമേ അവളും പരത്തത്തുള്ളൂ. അല്ലാതെ ക്രീമുകളൊക്കെ നമുക്ക് ക്രീമൊക്കെ ഉണ്ട്, പക്ഷേ അത് അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ. മുഖത്ത് കുരുക്കളോ ഒന്നുമില്ല. അപ്പോൾ ഈ ആലോവേര ജെല്ലിൻ്റെ ആകുമ്പോൾ നല്ല നമുക്ക് കൂളിംഗ് ആണല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് പൗഡറിൻ്റെ ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി പരീക്ഷിച്ച് നോക്കി, പക്ഷെ നമുക്ക് ഒത്തിരി വ്യത്യാസം മനസ്സിലാവും. നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്നതാണ്. ഒന്നേ ഇങ്ങനെ കയ്യിലോട്ട് തട്ടിയിട്ട് വാരി ചാമ്പലിടുന്ന പോലെ അങ്ങ് തട്ടും. നമ്മുടെ അണ്ണനൊക്കെ ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാണോ, പൗഡർ ഇടും. പക്ഷേ പൗഡർ ഇട്ടിട്ട് ഇതൊക്കെ തട്ടിക്കളയും. എന്നിട്ട് ഈ കയ്യിലിരിക്കുന്നുണ്ടല്ലോ, ഈ കയ്യിലിരിക്കുന്ന സംഭവമാണ് ഇങ്ങനെ മുഖത്ത് തേച്ചെടുക്കുന്നത്. എപ്പോഴും ഞാനെന്നിട്ട് പറയും, പൗഡർ വാങ്ങി പൈസ കൊടുത്തില്ലേ പൗഡർ വാങ്ങിയത് ഇങ്ങനെ തട്ടിക്കളയാനാണ്. മോനും അവൻ പിന്നെ ഇടത്തേയില്ല. അങ്ങനെ ഞാൻ വഴക്ക് പറയും കേട്ടോ. നമ്മുടെ അണ്ണൻ ഇങ്ങനെ ചെയ്യുന്നത്, നിങ്ങളുടെയൊക്കെ ചേട്ടന്മാരെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്നോടൊന്ന് പറയണം കേട്ടോ. പൗഡർ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഇങ്ങനെ തട്ടുക, എന്നിട്ട് തട്ടി അങ്ങ് കളയുക, എന്നിട്ട് ബാക്കിയിരിക്കുന്നത് തൂക്കുക. ഇതാണ് പരിപാടി. അത്ര വെള്ളത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു ഇനി ഇങ്ങനെ ചെയ്താൽ മതി. ഇത്തിരി നേരം നമുക്കൊരു വ്യത്യാസം അനുഭവപ്പെടും കേട്ടോ. അപ്പോഴെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അത് ഞാൻ ഇവിടെ മക്കളാണേലും പഫ് ഇതും വെച്ചാൽ അവരിങ്ങനെ ആട്ടോ, കൈ വെച്ചല്ല, കൈ ഇങ്ങനെ തട്ടിയിട്ടല്ല നമ്മളാരും അങ്ങനെ ചെയ്യുന്നത്. എന്നാലും അഥവാ ഒന്ന് ഇട്ടാലോ എന്ത് തോന്നുവാണെങ്കിൽ ഒന്ന് ഇടുവാണെങ്കിൽ ഇങ്ങനെ ഇത് എല്ലാം നമ്മൾ തേക്കുന്നത് മോളാണെങ്കിലും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം കുറച്ച് പൗഡർ നമ്മളിങ്ങനെ എടുക്കുക. മുഖമൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങളും കഴുകിയിട്ട് വന്നിരുന്നതിന് ശേഷം ഇത് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. തല്ലിക്കൊല്ലിയൊന്നും ചെയ്യണ്ട, എന്നാലും ഒന്ന് പരീക്ഷിച്ച് നോക്കാം നിങ്ങളെ കേട്ടോ. അപ്പോൾ കുറച്ച് പൗഡർ എടുക്കുക കേട്ടോ. കുറച്ചിരി എടുത്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ക്രീമൊക്കെ ഇടുന്നവരാണെങ്കിൽ ഇങ്ങനെയാണല്ലോ ക്രീമൊക്കെ ഇടുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മളെല്ലായിടത്തും ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലായിടത്തും ഫുള്ള് ചെവിയുടെ അവിടെ നമുക്ക് അവിടെയൊക്കെ ചെവന് കളറാവണ്ടേ. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ നമ്മൾ തേച്ച് പിടിപ്പിക്കുക. ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുക. കഴുത്തിലും നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് നിങ്ങൾ പൗഡർ തേക്കുന്ന അവിടെയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഡോട്ട് മാതിരി ഇട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ വട്ട വരച്ച് കളിക്കുവാന്നോ കുത്തിട്ട് കളിക്കുവാന്നോ ഒക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അതല്ല കാര്യം സിമ്പിൾ. പക്ഷെ നമ്മളൊന്നും അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. ഇങ്ങനെ കുറച്ച് പൗഡർ എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഡോട്ട് എവിടെയൊക്കെയാണ് പിള്ളേരെ, എനിക്ക് കണ്ണ് കാണാൻ വയ്യാത്ത ഒരു സൂപ്പർ നല്ല കണ്ണിന് വേദനയൊക്കെ ഉണ്ടായിട്ട് കണ്ണിന് കേട്ടോ. അപ്പോഴേ ഇങ്ങനെ ഡോട്ട് പൊട്ട അവിടെയൊക്കെ ഇരിക്കട്ടെ. പൊട്ടെടുക്കുമ്പോൾ മുഖം നന്നായിട്ട് കഴുകണം കേട്ടോ. നമ്മൾ ചെയ്യുന്നതിന് പ്രയോജനം കിട്ടണമെങ്കിൽ. അപ്പോഴേ ഇത് ഒന്നുമില്ല നമ്മുടെ കയ്യിൽ. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ ഫുള്ള് ഇങ്ങനെ അങ്ങ് നമ്മൾ തേച്ച് പിടിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ചിലർ ഇങ്ങനെ അങ്ങ് തേച്ച് പിടിപ്പിക്കും. കൊച്ചു പിള്ളേരെയൊക്കെ പൗഡർ ഇടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലർ ഇങ്ങനെ തട്ടിയിട്ടിട്ട് അവന്മാരുടെ മൂക്കിലും വായിലും എല്ലാം പോകും കേട്ടോ. ചില കൊച്ചു പിള്ളേർ ചിലത് പീക്കറികൾ ചെയ്യുന്ന വേലകൾ കാണാമല്ലോ.
അപ്പോൾ അങ്ങനെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കരുത്. നമ്മൾ ഈ വട്ടം ഇട്ടടുത്ത് ഇങ്ങനെ നമ്മൾ പതുക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കുക കേട്ടോ. ആ വട്ടം ഇങ്ങനെ പതുക്കെ, നിങ്ങൾ വിചാരിക്കും വട്ടമായെന്ന്. എനിക്ക് വട്ടമൊന്നും ആയില്ല. പക്ഷെ നിങ്ങൾ ആ ഭാഗം, ആ ഡോട്ടിട്ട ഭാഗം നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. പതുക്കെ നയത്തിലും മയത്തിലും ഒക്കെ നമ്മളിങ്ങനെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ നോക്കി എല്ലാം ചെയ്താലുണ്ടല്ലോ നമ്മൾ എന്നേ മിടുക്ക പിള്ളേരായി പോയേനെ കേട്ടോ. അപ്പോഴാ വട്ടം നമ്മൾ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. കാര്യം സിമ്പിൾ. നിങ്ങൾ ചോദിക്കുക ഇവളെന്താ കാണിക്കുന്നത്, പക്ഷെ നമ്മളങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഇത്തിരി നേരം ഇരിക്കും. ആ പൗഡർ അങ്ങനെ ഇരിക്കും ഇത്തിരി നേരം. നമ്മൾ മറ്റേത് തൂക്കുന്നതിനെക്കാട്ടിലും മറ്റേ നമ്മൾ വാരി കയ്യിലും ഇങ്ങനെ വരും കേട്ടോ. ഇങ്ങനെ നമ്മൾ അവിടുന്ന് വെയിലടിക്കുന്നു കേട്ടോ. അപ്പോഴും നമ്മളിങ്ങനെ നമ്മൾ എന്തെങ്കിലും പറയാം, നമ്മൾ ചില മേക്കപ്പ് പൗഡറൊക്കെ ഇടുമ്പോൾ നമ്മൾ അങ്ങനെ നമുക്ക് തോന്നത്തില്ലേ. ഇത് ഞാനിപ്പോൾ ഇച്ചിരി പൗഡറല്ലേ എടുത്ത്, പക്ഷേ ഇത് നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോഴതാണ് ഞാൻ പറഞ്ഞത്, ആ വ്യത്യാസം നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഞാനും വേറെ എന്തോ ചെയ്തിട്ടിരിക്കുന്ന മാതിരിയല്ലേ നമുക്ക് തോന്നേ. സത്യം എനിക്ക് തോന്നുന്നേ അങ്ങനെ വേറെ എന്തോ ഒരു എന്താ നമുക്ക് ഇതൊക്കെ കിട്ടുമല്ലോ, മേക്കപ്പ് സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മളതൊന്നും തേക്കത്തില്ല. പിന്നെ അതുമാതിരി നമുക്ക് ഈ പൗഡർ ഇട്ട, പക്ഷെ അല്ലാതെ നമ്മൾ പൗഡർ ഇട്ട് നോക്കി നമുക്ക് വ്യത്യാസം അത് മനസ്സിലാവും കേട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ പ്ലീസ്. എൻ്റെ ഒരു സമാധാനത്തിന് കേട്ടോ, ഈ സുപ്പിൻ്റെ ഒരു സമാധാനത്തിന് കേട്ടോ, ഒന്ന് ചെയ്ത് നോക്കണേ. അതേ ഒട്ടുമേ ഇല്ല നമ്മൾ ഇങ്ങനെ ചെയ്താൽ. പക്ഷേ നമ്മൾ മറ്റേ രീതിയിൽ ചെയ്താൽ കേട്ടോ നമ്മുടെ മുഖം മൊത്തം അങ്ങ് വല്ലാതാവും. പിന്നെ ചിലരുണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യുന്നവർ. പക്ഷേ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കവളത്തൊക്കെ ചിലപ്പോൾ ചേട്ടന്മാരൊക്കെ പറയും എവിടെയെങ്കിലും ഒരു അർജൻറ്റിന് നമ്മളെയും കൊണ്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ ഇങ്ങനെ ഡോട്ട് ഇട്ട് നിന്നാലുണ്ടല്ലോ കൊണ്ടുപോകത്തില്ല. സിനിമയ്ക്കൊക്കെ പോകണമെങ്കിലേ കേട്ടോ, സിനിമയ്ക്കൊക്കെ പോകണമെങ്കിൽ എടി വാടി എളുപ്പം ഒരുങ്ങടി എന്നൊക്കെ പറയും ചേട്ടന്മാർ, തുള്ളി നിൽക്കും. പക്ഷെ നമ്മളിവിടെ ഡോട്ടിട്ട് കളിക്കാൻ തുടങ്ങുമ്പോൾ ദേഷ്യം വരും കേട്ടോ. പക്ഷേ നിങ്ങൾ അതിന് മുന്നേ ചേട്ടൻ വഴക്കിടുന്നതിന് മുന്നേ ഇങ്ങനെ ചെയ്ത് നോക്കുക. അപ്പോഴും നല്ല സൂപ്പർ കിടുവായിട്ട് നമ്മുടെ മുഖം ഇരിക്കും കേട്ടോ. നമ്മൾ സുപ്പും മേക്കപ്പ് ഇട്ടിരിക്കുന്നത് പോലെയല്ല നിങ്ങൾക്ക് ഇപ്പം തോന്നുന്നത്. സത്യമായിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണേ. സത്യമായിട്ട് എനിക്ക് ഈ ഒരു രീതി എനിക്ക് പൗഡർ ഇടുന്നത് അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് എന്നോട് വിവരമൊക്കെ എങ്ങനെയാണ് വിളിച്ചു പറയൂ, അതോ ഇതിൽ കൂടി എന്നെ അറിയിക്കുമോ? സത്യമായിട്ട് നമുക്ക് കിടു ലുക്കായിട്ടിരിക്കും കേട്ടോ. ഇങ്ങനൊന്ന് ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ പൗഡർ ഏതാന്ന് ഒന്നും ചോദിക്കേണ്ട, ഇത് യാർഡിലിയുടെ പൗഡറാട്ടോ. ഏത് വേണമെങ്കിലും ഞാൻ ആ പൗഡറിൻ്റെ ചെയ്തപ്പോൾ ഒരുപാട്, പക്ഷെ നമ്മൾ ഏതൊരു വീഡിയോ ചെയ്യുമ്പോഴും അത് ഏതാ എന്തോ അതൊക്കെ നമ്മൾ പറയും. പക്ഷെ ഞാൻ അപ്പോഴാ ഒരു വീഡിയോ ചെയ്തപ്പോഴും ഞാൻ എടുത്തത് ഏതാ പോൺസിൻ്റെ പൗഡറല്ലേ, അതേ ചെയ്യാവൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടും ചില ആൾക്കാരുണ്ട് ഇച്ചിരി എന്തെങ്കിലും അവർ ചിലപ്പോൾ ഇനി കമൻ്റ് ആയിട്ടായിരിക്കാം ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. അല്ലെങ്കിൽ അത് കണ്ടിട്ടില്ലാത്തവരായിരിക്കും, വെറുതെ ഒന്ന് കണ്ടെന്ന് വരുത്താൻ വേണ്ടി ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ ഞാൻ അന്നേരം ഒത്തിരിയും പ്രാവശ്യം അത് പറയുകയും ചെയ്ത് ആ പൗഡറാ അതേ ഒക്കത്തുള്ളൂ എന്ന്. പിന്നെ വേറെ നമുക്ക് ഇതേപോലെ ചെയ്യാം. പക്ഷേ ഞാൻ എടുത്തത് ആ പൗഡറും വെച്ച് തന്നെ. പക്ഷെ ഞാനും മോനും വന്നിട്ട് കേട്ടോ, അത് നല്ല കിടുക. നമുക്കൊരു 3-4 മണിക്കൂർ അത് നിൽക്കും കേട്ടോ. പിന്നെ ചോദിക്കുന്നുണ്ട് വെയിലത്ത് പിന്നെ എന്തിനാ നമ്മളിതൊക്കെ ചെയ്യുന്നത്, വെയിലത്തിറങ്ങി സംശയം വരാത്തവരുടെ ഇത് തേച്ചിട്ട് വെയിലത്തിറങ്ങി നിൽക്കാവുമെന്ന്. അപ്പോഴും പിന്നെ ആ വെയിലൊക്കെ കൊണ്ടിട്ട് പിന്നെ തിരികെ കയറി ഒന്ന് മുഖം ഒന്ന് കഴിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്ക്. ഇല്ലെങ്കിൽ ഇത് തൂത്തോണ്ട് വെയിലത്തിറങ്ങി നിന്നാൽ പിന്നെ എന്തുവാ ഇതിനൊക്കെ നമ്മൾ എന്താ ആൻസർ പറയുന്ന, ഞാനെന്താ മന്ദബുദ്ധിയാണോ അല്ലെങ്കിൽ പൊട്ടിപ്പെണ്ണാണോ, ഇങ്ങനെയൊക്കെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മളിപ്പം ഞാൻ തന്നെ ഇപ്പം ഇത് ചെയ്തിട്ട് അങ്ങോട്ട് വെയിലത്തോട്ട് ഇറങ്ങി നിന്നാൽ എന്തായാലും നമുക്ക് ഇച്ചിരി ഒരു
വിയർപ്പും ഇതൊക്കെ വരും. അപ്പോഴീ പൗഡറല്ലേ സംഭവം, ഈ പൗഡർ ഒലിച്ചു പോവോ, നമ്മുടെ ഇതിലേ വിയർപ്പൊക്കെ ഒലിച്ചിറങ്ങി എന്തായാലും നാശകോശമാവും നമ്മുടെ മുഖം. അപ്പോഴതൊക്കെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത്ര പൊട്ടലൊന്നും അല്ല, ആരും കേൾക്കുന്നവരും കാണുന്നവരും ഒക്കെ അല്ലേ. എന്നാൽ നിർബന്ധമാണെങ്കിൽ നിങ്ങളിത് തേക്കുന്നതിന് മുമ്പേ പോയി വെയിൽ കൊണ്ടിട്ട് വന്ന് മുഖം കഴിയിട്ട് വന്ന് തേച്ചുകൂടെ, നമുക്ക് ചോദിക്കാമല്ലോ. അങ്ങനെയൊക്കെ ഓരോ ക്വസ്റ്റ്യങ്ങൾ നമ്മളങ്ങോട്ട് ചോദിച്ചാൽ ചിലരൊക്കെ വായുമ്പോളം തിരികെ കേട്ടോ. അപ്പോഴെന്തായാലും എൻ്റെ കൂട്ടുകാരെ ഇത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കെ. നിങ്ങൾക്ക് മീൻചന്തയിൽ പോകുമ്പോൾ നിങ്ങൾ ഇതേ ഇങ്ങനെ സുപ്പ് ഇട്ടതിൻ്റെ കൂട്ട് ഒരു 5-6 ഡോട്ട് ഇവിടെയൊക്കെ ഇട്ടിട്ട് പതുക്കെ യവനെ ഒന്ന് നമ്മൾ മസാജ് ചെയ്തിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കും. ഇച്ചിരി നേരം ഇരിക്കും. നല്ല ഒരുപാട് നമ്മൾ പൗഡർ ഇട്ടെന്ന് തോന്നിത്തതുമില്ല. മേക്കപ്പൊക്കെ മാറിപ്പോകും കേട്ടോ, മേക്കപ്പൊക്കെ മാറിപ്പോകും. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം ഇത് കേട്ടോ. ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഈ ഒരു രീതി? നമ്മൾ ചിലർ തുണി വെച്ച്, ചിലരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. പഫ് ഉപയോഗിക്കും. ഇത് കുഞ്ഞു ആവന്മാർ, ഞാൻ എൻ്റെ മോൻ്റെ കുഞ്ഞുനാളത്തെ കേട്ടോ ഇത്, ഞാൻ ഇത് സൂക്ഷിച്ച് വെച്ചേക്കാം. പിന്നെ എന്തെല്ലാം രീതിയിൽ പൗഡർ നമുക്ക് എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. കയ്യിൽ ഇങ്ങനെയൊക്കെ വാരി തേക്കാം. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ തേക്കുന്നവരുണ്ട്, പൗഡറിന് ഇങ്ങനെ മറിക്കുന്നവരുണ്ട്. ഇനി ആ രീതിയൊന്നും നമുക്ക് വേണ്ടത്. ഈ സുപ്പാണ് ഈ രീതി തന്നെ നിങ്ങൾ പിന്തുടർന്നോളൂ കേട്ടോ. എന്തൊരു കാറ്റ ഇവിടെ, എന്നെ പറത്തി അടിക്കുമല്ലോ ഇവിടുത്തെ കേട്ടോ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണേ. ഞാൻ ഇപ്പോഴിങ്ങനെയൊക്കെ ഇട്ട് നോക്കും. ഞാൻ ഇടത്തില്ല, സത്യം, ഞാൻ അങ്ങനെ പൗഡർ ഇടത്തില്ല. നിങ്ങളോട് എന്തിനാ കള്ളം പറയുന്നത്? ഞാൻ അങ്ങനെ പൗഡർ ഇടത്തില്ല. നമ്മളെ പിന്നെ ഇപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പായ്ക്കുകൾ ഇട്ടിട്ട് ചിലപ്പോൾ ഞാനങ്ങ് കുളിക്കാൻ പോകില്ല. അപ്പോഴും നമ്മൾ സോപ്പ് തേക്കത്തില്ല. പിന്നെ തിരികെ വന്ന് ഈ പൗഡറിന് നമ്മൾ യൂസ് ചെയ്യരുത് കേട്ടോ. അപ്പോഴും നമ്മൾ ചെയ്തതിന് ഒരു പ്രയോജനവും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ പായ്ക്കുകളൊന്നും ഇടാതെ എങ്ങാണം ഇരിക്കുന്ന സമയത്തെങ്ങാണം പൗഡർ ഇട്ടോണ്ട് നോക്കിക്കോളൂ കേട്ടോ. ഞാനല്ലാതെ ഈ പായ്ക്കുകളൊക്കെ ഇട്ടിട്ട് ഇന്നിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു പായ്ക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ വെറും വെള്ളത്തിലല്ലേ കഴുകുന്നത്, പിന്നെ ഞാൻ പൗഡർ ഇടത്തില്ല കേട്ടോ. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്ത് സ്ഥിരം ഓരോ പായ്ക്കുകൾ നമ്മൾ ഇടുന്നത് കൊണ്ട് പൗഡർ അങ്ങനെ യൂസ് ചെയ്യത്തില്ല കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്തെങ്കിലുമൊക്കെ മനസ്കോലായോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്? അപ്പോൾ മനസ്കോലായില്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ കൂടിയൊക്കെ ചോദിച്ചോളൂ, ഞാൻ ആൻസറൊക്കെ തരാം. എൻ്റേതായിട്ടുള്ള രീതിയിൽ ആൻസറൊക്കെ തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ കുഞ്ഞു ടിപ്പ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണമെന്നാണ് സൂപ്പിൻ്റെ അപേക്ഷ. അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് നമ്മൾ സാധാ ഇടുന്നതിൽ നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് വ്യത്യാസം തോന്നുന്നുണ്ടെങ്കിൽ അതും സൂപ്പിനോട് പറയണം കേട്ടോ. അപ്പോഴെനിക്ക് സന്തോഷമാവുമല്ലോ. എനിക്ക് മാത്രമല്ല അങ്ങനെ തോന്നിയത്, നിങ്ങൾക്കും അങ്ങനെ തോന്നിയെന്നൊക്കെ ഞാനിവിടെ ഇരുന്ന് തുള്ളിച്ചാടുന്ന രംഗമൊന്നും ഞാനിവിടെ വീഡിയോയ്ക്കകത്തൊന്നും പകർത്തത്തില്ല കേട്ടോ. ഭയങ്കര സന്തോഷമാവും. അപ്പോഴവർ നോക്കിയല്ലോ എന്ന് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കണം എല്ലാവരും. ഇന്നത്തെ നമ്മുടെ പൗഡറിൻ്റെ ടിപ്പും പൗഡർ ഇടുന്ന ടിപ്പും ഒക്കെ ഇത്രയൊക്കെ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്ത് തരണേ. നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണാം. എല്ലാത്തിനെയും പിടിച്ച് അകത്തിട്ട് പൂട്ടിയിട്ടാ ഇവിടെ പൗഡർ ഇടിച്ച് നടത്തിയത് കേട്ടോ. ഇല്ലെങ്കിൽ അമ്മയെ അങ്ങനെ അവർക്കും അങ്ങ് സംശയമാവും. പിന്നെ എല്ലാത്തിനെയും പിടിച്ച് അകത്തിട്ട് പൂട്ടി. അല്ലെങ്കിൽ എനിക്ക് ഇവിടെ ഇരിക്കാനൊക്കത്തില്ല, പൗഡർ ഇടിയിലും നടക്കത്തില്ല. എന്നിട്ട് ഇതൊക്കെ പൊക്കി എടുക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചു എന്താണ് സംഭവം, ബ്യൂട്ടി പാർലറിൻ്റെ റോഡിലാണെന്ന് തോന്നുന്നു. അതും ചോദിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ ദേ ഇപ്പം വരാമെന്നും പറഞ്ഞ് എല്ലാത്തിനെയും അവിടെ പിടിച്ചിരുത്തി കേട്ടോ. അപ്പോൾ നമുക്ക് നാളെ കാണാം നല്ല വിശേഷങ്ങളുമായിട്ട് കേട്ടോ.